അടുത്ത കാലത്ത് കേരളത്തിനുണ്ടായ, പ്രത്യേകിച്ച് ബൗദ്ധിക രംഗത്തുണ്ടായ തീരാ നഷ്ടമായിട്ട് തന്നെ സഖാവ് MP പരമേശ്വരൻ്റെ മരണത്തെ നമുക്ക് കാണാം. വളരെ നിർജ്ജീവമായി പോയിക്കൊണ്ടിരുന്ന രാഷ്ട്രീയ ചർച്ചകൾക്ക്, അത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് രാഷ്ട്രീയ ചർച്ചകൾ പോലും ഉണ്ടാകുന്നില്ല, BJP എന്നില്ല, CPM എല്ലാ ചർച്ചകളെയും വിഭാഗീയത എന്ന് പറഞ്ഞ് മുദ്രകുത്തി മാറ്റി നിർത്തിയിരുന്ന കാലത്ത് സാമ്പത്തിക നയങ്ങളിൽ ഉൾപ്പെടെ കാതലായ മാറ്റങ്ങൾ നിർദ്ദേശിച്ച ആളാണ് MP പരമേശ്വരൻ. അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് ബ്രില്യൻസിനോടൊപ്പം തന്നെ സമൂഹവുമായിട്ട് ഇടപഴകിയുണ്ടായ പ്രായോഗികമായ അനുഭവങ്ങളും കൂടെ ചേർത്താണ് നാലാം ലോകം എന്ന ഒരു പുതിയ ആശയം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ആ നാലാം ലോകത്തിൻ്റെ ഡെവലപ്മെൻറ്റ് പാർട്ടി അണികൾക്കപ്പുറത്തേക്ക് കേരളീയ പൊതുസമൂഹം അതിനെ സ്വാഗതം ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളത് അത്ഭുതകരമായിരിക്കണം. ക്രമത്തിൽ അത് മുന്നോട്ട് ആ ഊർജ്ജം വീണ്ടും കൊടുക്കാൻ ശക്തരായ ആൾക്കാരില്ലാതെ പോയത് ആ നാലാം ലോക കൺസെപ്റ്റിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. പക്ഷേ ആ കൺസെപ്റ്റ് ഇവിടെ നിലനിൽക്കും, അത് കുറേ കൂടി വളരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. താങ്കളുടെ അഭിപ്രായം എന്നായിരുന്നു? അപ്പം ഈ ഒരു സാധനം അദ്ദേഹം ആദ്യമായിട്ട് മുമ്പോട്ട് വെക്കുന്നത് സോവിയറ്റ് യൂണിയൻ്റെ റഷ്യയുടെ തകർച്ചയ്ക്ക് ശേഷം ഇത്തരത്തിലുള്ള ഈ ഫോറിൻ രാജ്യങ്ങൾ ഓവറായിട്ടുള്ള കൺസ്യൂമേഴ്സ് നമ്മൾ വല്ലാണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൽ നിന്നും മാറി നിൽക്കണം. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം CPM പലപ്പോഴും അദ്ദേഹത്തെ എതിർക്കാനുള്ള കാരണം ഗാന്ധിയൻ ഐഡിയോളജി കൂടിയും ഇതിലോട് മിക്സ് ചെയ്യും. ലെനിനിസം, മാർക്സിസം, ഇതോടൊപ്പം തന്നെ ഗാന്ധിസം പോലത്തുള്ള ഡെമോക്രസി, ഡീലിമിറ്റേഷൻ, അധികാര ധ്രുവീകരണം എന്നല്ല, അധികാരം താഴെത്തട്ടുള്ള ആൾക്ക് ഫിൽട്ടർ ചെയ്ത് കൃത്യമായി എത്തപ്പെടണം എന്നുള്ള തരത്തിൽ പല കാഴ്ചപ്പാടും അദ്ദേഹം മുമ്പോട്ട് വെക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള പല ആശയങ്ങളും CPM സംബന്ധിച്ചിടത്തോളം അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല എന്ന് തോന്നുന്നു. ഒരുപക്ഷെ അദ്ദേഹം പുറത്തെല്ലാം പോയി പഠിച്ച് ഈ ന്യൂക്ലിയർ സയൻസ് എല്ലാം റഷ്യയിലൊക്കെ പോയി നിന്ന് പഠിച്ചു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയിൽ ഇപ്പം നമ്മളെ പ്ലാനിംഗ് കമ്മീഷൻ അടക്കം ഈ നമുക്ക് 5 വർഷത്തെ പഞ്ചവത്സര പദ്ധതി കാര്യങ്ങളെല്ലാം നമ്മൾ അഡോപ്റ്റ് ചെയ്തത് റഷ്യയിൽ നിന്നാണ്. കാരണം റഷ്യ മുമ്പോട്ട് വെച്ച സാധനമാണ് ഈ സാധനങ്ങളൊക്കെ, സോവിയറ്റ് യൂണിയൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ പോലെ 1951 മുതൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യയിൽ നടപ്പിലാക്കി വരുന്നത് പോലെ. അപ്പം പല കാര്യങ്ങളും അദ്ദേഹം എനിക്ക് തോന്നുന്നു നല്ലൊരു പരിധി വരെ പുറത്തു പോയി പഠിച്ചതിൻ്റെ ഒരു ഫലമായിട്ട് അതും ഇവിടുത്തെ ഗാന്ധിയൻ ഐഡിയോളജിയും കൂടെ മിക്സ്ഡ് ചെയ്തുകൊണ്ട് നടപ്പിലാക്കാൻ നോക്കുന്നു. പക്ഷേ CPM സംബന്ധിച്ചിടത്തോളം അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അതുകൊണ്ടാണ് എനിക്ക് 2004 അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കപ്പെടുന്നത്. കുറേ കാലം അദ്ദേഹം ഈ പറഞ്ഞ പോലെ ആ പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്ത് പോകപ്പെട്ടു. അവിടുന്ന് പല കാര്യങ്ങളും പാർട്ടിയെ നേരാക്കാൻ വേണ്ടി പല കാര്യങ്ങളും പറയുന്നു. മെയിൻലി ഐഡിയോളജിക്കൽ ഡിഫറൻ്റ് ആണ്. കാലത്തിനനുസരിച്ചിട്ടുള്ള കമ്മ്യൂണിസത്തിലെ മാറ്റങ്ങളാണ് അദ്ദേഹം മുമ്പോട്ട് വെച്ചത്. ഡെമോക്രസി എന്നുള്ള സാധനത്തും CPM സംബന്ധിച്ചിടത്തോളം അതൊന്നും എന്താ പറയുക കണ്ടു നിൽക്കാൻ പറ്റുന്ന ഒന്നല്ല. കാരണം മൊണോപ്പൊളിയാണ്. കമ്മ്യൂണിസം മാനുഷികമാകണം എന്നുള്ള കാഴ്ചപ്പാടാണ്. അതെ, കൃത്യമായി ജനാധിപത്യ രീതിയിലൂടെ വരണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടില്ല, അതിനെ എൻഡോഴ്സും ചെയ്തിട്ടില്ല. ഇല്ല. അപ്പം ഇത്തരത്തിലുള്ള ഒരു ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലടക്കം കൃത്യമായിട്ട് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ 90കളിൽ അദ്ദേഹം ഏകദേശം 4ഓളം ബുക്കുകൾ എഴുതി എന്നുള്ള തരത്തിലെല്ലാം നമ്മൾ കണ്ടായിരുന്നു. അപ്പം ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും CPM സംബന്ധിച്ചിടത്തോളം അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അവരുടെ ചിന്തകൾക്കും അതീതമായി ചിന്തിക്കുന്ന ഒരു നേതാവായതുകൊണ്ടായിരിക്കും പരമേശ്വരത്തെ പലപ്പോഴും അവർ എതിർക്കുന്നതും. പക്ഷേ ഇന്നിപ്പോൾ ഏറ്റവും വലിയൊരു സംഭവം മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ഇത്തരത്തിലുള്ള പല CPM നേതാക്കന്മാരുടെ അടുത്തോട്ട് പോകുന്നു. അപ്പോൾ അവരെല്ലാം വളരെയേറെ പ്രകീർത്തിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ പറയുന്നത്. അദ്ദേഹം എന്താ പറയുക, കേരളം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ നേതാവാണ്, സാംസ്കാരിക രംഗത്ത് ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്ത നേതാവാണ്. അപ്പം ഇതൊക്കെ എപ്പോഴാണ് അവർ പറയുന്നത്, പക്ഷേ അന്ന് ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അല്ല, അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് CPM ഒരിക്കലും ഒരു സ്വതന്ത്ര ചർച്ചയോ ബൗദ്ധികമായ കാഴ്ചപ്പാടിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നൊരു പാർട്ടിയല്ല. അവർ മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും ഇന്ന് കംപ്ലീറ്റ് അപ്രസക്തമായിട്ട് പോലും ചില സെമിറ്റിക് മതങ്ങളുടെ പൗരോഹിത്യത്തെ പോലെ പണ്ടെന്തോ ആരോ പറഞ്ഞ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇന്നും അതുപോലെ തുടരണമെന്ന് വാശി പിടിക്കുന്ന, അതാണ് ശരി, പൂർണ്ണമായും ശരി, അതിനപ്പുറം വേറൊരു ശരിയില്ല എന്ന് പറയുന്ന പൗരോഹിത്യ സ്വഭാവത്തിലുള്ള ഒരു ലീഡർഷിപ്പ് CPM-നെ പിടിച്ചെടുത്തു. അവരുടെ കൈകളിൽ CPM ഒതുങ്ങി എന്നുള്ളതാണ് സത്യം. ഇവിടെ തന്നെ ഇവർ ഒഴിവാക്കിയ എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം MN റോയ് വേണേൽ പറയാം, ട്രോട്സ്കി, അങ്ങനെ വിദേശത്തും MN റോയൊക്കെ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് പോയി മെക്സിക്കോയിൽ പോയി അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി അധികാരം പിടിച്ചെടുത്ത ശേഷമാണ് റഷ്യയിൽ ചെല്ലുന്നത്.
അത്രയ്ക്ക് മാത്രം കരുത്തുള്ള ആളായിരുന്നു എം എൻ റോയിയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിന്തയിൽ, കാരണം റഷ്യയുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരു പറ്റം നേതാക്കളായി ഒരു കോഴിക്കുഞ്ഞ് തള്ളക്കോഴിയുടെ ചിറകിനടിയിൽ എങ്ങനെ കോഴിക്കുഞ്ഞുങ്ങൾ ചേർന്ന് നിൽക്കുന്നോ അതുപോലെ ആ ചൂട് പറ്റി നിന്ന് സുഖം പിടിച്ച് ജീവിക്കാനാണ് കമ്മ്യൂണിസ്റ്റുകാരൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ അങ്ങനെ നിൽക്കാൻ ശ്രമിക്കുന്ന കൂട്ടത്തിൽ റഷ്യയുടെയോ ചൈനയുടെയോ തണലിൽ നിൽക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു കാര്യം ഇവരറിയാൻ സംഭവിച്ചു. അടിമബോധം ഇവരിലും ഉണ്ടായി, ഇവരുടെ പ്രസംഗവും ഉദ്ബോധനം കേട്ടവരിലുണ്ടായി. പക്ഷെ അതിന് വിരുദ്ധമായ കാഴ്ചപ്പാടുകൾ, കേരളത്തിനെ പറ്റിയ കാഴ്ചപ്പാട്, വികസന മാതൃകകളാണ് ആര് സമർപ്പിച്ചത്? അവിടെ ഗാന്ധിയെപ്പോലും പരമേശ്വരൻ അംഗീകരിക്കുകയാണ്. ഗാന്ധിയെ വളരെ അവജ്ഞയോടെ പിന്തിരിപ്പൻ ബൂർഷ്വാസി എന്ന് തന്നെ പറഞ്ഞിരുന്ന CPM-ൻ്റെ ചിന്താധാരയ്ക്ക് ഏറ്റവും വലിയ ഷോക്കായിരുന്നു പരമേശ്വരനെ പോലുള്ളവരുടെ അത്തരം നിലപാട്. ഗാന്ധിയെ അംഗീകരിക്കണം, ബഹുമാനിക്കണം. ആ നിലപാട് പോലും അംഗീകരിക്കാൻ അന്നത്തെ കാലത്തെ CPM-ൻ്റെ ലീഡർഷിപ്പിന് EMS ഉൾപ്പെടെയുള്ളവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഇത് മാത്രമല്ല, അദ്ദേഹം മുമ്പോട്ട് വെക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ഒന്നീ പറഞ്ഞ പോലെ മാർക്സിസം എന്ന് പറഞ്ഞ സാധനം അദ്ദേഹം മുമ്പോട്ട് വെക്കുന്നുണ്ട്. ഇപ്പം തന്നെ പരിസ്ഥിതിവാദം, മനുഷ്യാവകാശം, ഗാന്ധിയൻ ചിന്തകൾ, പങ്കാളിത്ത ജനാധിപത്യം, അതായത് നമ്മൾ ഇന്ന് പറയുന്ന ഡെമോക്രസി, ഈ സമ്പ്രദായം എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു രാജ്യമായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം. അതിനെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ 4ാം ലോകം എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പം ഇതിനെ ഈ CPM പറഞ്ഞത് ഈ പറഞ്ഞ പോലെ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സിദ്ധാന്ത കാഴ്ചപ്പാടിൽ നിന്നുള്ള വ്യതിചലനമാണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്നുള്ളൂ. അതുകൊണ്ട് ഇനി പാർട്ടിയിൽ വെച്ച് നിർത്താൻ പറ്റുന്ന ഒന്നല്ല എന്നുള്ളതൊക്കെയാണ്. പിന്നെ മാത്രമല്ല, പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. അപ്പം അതിലേറ്റവും വലുത് ഒന്നാണ് ക്ലാസിക്കൽ മാർക്സിസത്തിലെ വർഗ്ഗസമരം. അതായത് ക്ലാസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ആശയത്തിന് പകരം അദ്ദേഹം മുമ്പോട്ട് വെച്ചതാണ് വർഗ്ഗ സഹകരണം എന്ന് പറയുന്നത്. അതായത് ക്ലാസിക്കൽ ഓപ്പറേഷൻ എന്ന് പറയുന്ന സാധനം. അപ്പം ഇതും അവർക്ക് CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലാസ് കോൺഫ്ലിക്റ്റും അതുപോലെ തന്നെ ക്ലാസ് കോർപ്പറേഷനും തമ്മിലുള്ള ഒരു എന്താ പറയുക ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടാകും. മാത്രമല്ല, വിദേശ ഫണ്ട് ആരോപണത്തിന് ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ പല കാര്യങ്ങളിൽ CPM അക്കാലത്ത് രംഗത്ത് വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ജനകീയ ആസൂത്രണ പദ്ധതികളിൽ കേരള സാഹിത്യ പരിഷത്ത് പോലുള്ള സംഘടനകളിലും CIA സ്പോൺസർ ചെയ്യുന്ന ഏജൻസികളിൽ നിന്ന് വിദേശ ഫണ്ടുകൾ സ്വീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വഴിയൊരുക്കി എന്നുള്ളൊരു പ്രധാനപ്പെട്ട ആരോപണം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിനെതിരെ പ്രധാനപ്പെട്ട CPM-ൻ്റെ ആരോപണമായിരുന്നു. മാത്രമല്ല, ജനകീയ ആസൂത്രണ പദ്ധതി അട്ടിമറിക്കാൻ EMS നമ്പൂതിരിപ്പാടിൻ്റെ ആശയമായിരുന്നു ജനകീയ ആസൂത്രണ പദ്ധതി. അപ്പം പീപ്പിൾസിന്റെ ആശയമായിരുന്നു എന്ന് പറയുന്നതിനെ തെറ്റാണ്. അതെ, അത് അത് CPM-നെ അവരുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ എല്ലാം പറയുന്നത് ഇതെല്ലാം EMS-ൻ്റെ കാഴ്ചപ്പാടാണ്. അതിനെതിരെ പീപ്പിൾസ് പ്ലാനിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത് അതിനെ അട്ടിമറിക്കാൻ അദ്ദേഹം ശ്രമിച്ചു എന്നുള്ള തരത്തിലെല്ലാം പലതരത്തിലുള്ള ആരോപണങ്ങളുണ്ട്. സംശയം ചോദിച്ചിട്ട്, ഇന്ന് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ അല്ലെ ഒരു മാസത്തിനുള്ളിൽ CPM-ൻ്റെ കേരളത്തിൽ അവൈലബിളായ അല്ലെങ്കിൽ മലയാളത്തിൽ അവൈലബിളായ ഏതെങ്കിലും പ്രസിദ്ധീകരണങ്ങളിൽ വർഗ്ഗസമരം എന്നൊരു വാക്ക് കാണിക്കാൻ പറ്റുമോ? ആരുടെയെങ്കിലും പ്രസംഗത്തിൽ പറയുന്നുണ്ടോ വർഗ്ഗസമരത്തിൻ്റെ ആവശ്യം? MIV-യുടെ പ്രസംഗത്തിലുണ്ടോ? പിണറായിയുടെ പ്രസംഗത്തിലുണ്ടോ? വർഗ്ഗശത്രുക്കൾ എന്ന് പറയും, കാരണം മറ്റുള്ളവരെ തല്ലാനൊരു ആയുധം വേണം. വർഗ്ഗസമരത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ച് ഇവർ പറയുമോ? എവിടെയെങ്കിലും കണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണം. അതൊക്കെ അവർ കൈവിട്ടു. പക്ഷേ മറ്റുള്ളവരെ ഉപദ്രവിക്കാനും കുറ്റപ്പെടുത്താനും വേണ്ടി ഉപയോഗിക്കുന്നൊരു ആയുധം മാത്രമായി വർഗ്ഗശത്രു എന്ന് പറയും. വർഗ്ഗശത്രുവിനെ പിണറായി വിജയൻ്റെ ശത്രു എന്നുള്ള മാത്രമേ അർത്ഥമുള്ളൂ, വേറെ യാതൊരു അർത്ഥവുമില്ല ഇതിന് ഇപ്പം നിലവിൽ എന്ന് പറയാം. പക്ഷെ പലപ്പോഴും CPM-ൻ്റെ നേതാക്കന്മാരുടെ പ്രസംഗത്തിലെല്ലാം എന്താ പറയുക, ഇത്തരത്തിലുള്ള എല്ലാവരെയും ഒരുമിച്ച് കൂടെ പിടിക്കണം എന്നുള്ളതും വർഗ്ഗബോധമുള്ള ഒരു തലമുറ എന്നുള്ള രീതിയിലെല്ലാം പലപ്പോഴും അതിനെക്കുറിച്ച് തന്നെ പറയാനുള്ള അവസരമായിട്ട് ഇതെടുക്കാം. ഏത് രാജ്യത്താണ് വർഗ്ഗസമരത്തിൽ കൂടി അധികാരം പിടിച്ചെടുത്ത ഒരു രാജ്യം പറയാം? 1-2 രാജ്യങ്ങൾ പറയാം അടുത്ത കാലത്ത്, ഒരു 10-50 അല്ലെ 11 പറയാം. വർഗ്ഗസമരത്തിൽ കൂടെ റഷ്യ എങ്ങനെയാണോ, അതോ പട്ടാളത്തിൻ്റെ സജീവമായ ഇടപെടൽ കൊണ്ടാണോ സാധനം കിട്ടിയത്? കൊറിയ എങ്ങനെയാണോ? നോർത്ത് കൊറിയ. ചൈന വേണം ഒരു പരിധി വരെ ചൈന മാത്രം പറയാൻ പീപ്പിൾസ് പാർട്ടിസിപ്പേഷനിൽ കൂടെ സമരം ഉണ്ടായി, ജനകീയ വിപ്ലവം തന്നെയാണ് ചൈനയിലുണ്ടായി. മറ്റെല്ലാ രാജ്യങ്ങളിലും ആയുധങ്ങളുടെ സഹായത്തോടെ, മറ്റ് രാജ്യങ്ങളുടെ സഹായത്തോടെയാണ്. അതിനെ വർഗ്ഗസമരം എന്ന് പറയാൻ പറ്റുമോ? റഷ്യ കോൺഫെഡറേഷൻ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ് ഈസ്റ്റ് യൂറോപ്പ് മുഴുവൻ കമ്മ്യൂണിസ്റ്റായി. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അത് എങ്ങനെയാണ് വർഗ്ഗസമരമാകുന്നത്? വർഗ്ഗസമരത്തിൽ കൂടി അധികാരത്തിൽ വന്ന് പറ. ഇതിങ്ങനെ ഒരു സങ്കല്പമായിട്ട് കൊണ്ടുനടന്നത് യഥാർത്ഥമാണെന്ന് പാവം പിടിച്ച അണികളെ വിശ്വസിപ്പിക്കുക എന്നുള്ള തട്ടിപ്പാണ് ഇപ്പോഴും തുടരുന്നത്. അവിടെ അതിനൊക്കെ ബദലായിരുന്നു ആര്? സഖാവ് പരമേശ്വരൻ അതിന് ബദലായിരുന്നു. സ്വതന്ത്രമായ കാഴ്ചപ്പാടിനെ പ്രോത്സാഹിപ്പിച്ചു. അതിവിടുത്തെ അടിമ മനസ്സിൽ വളർത്താൻ ഉദ്ദേശിക്കുന്നവർക്ക്, വിധേയന്മാർക്ക് അത് ഇഷ്ടപ്പെടുകയില്ല. കാരണം അവരുടെ നിയന്ത്രണത്തെ അണികൾ നിൽക്കുകയില്ല. പണ്ടേ തന്നെ ചോദിച്ചേനെ കുഞ്ഞുകൃഷ്ണന്മാരും TK ഗോവിന്ദന്മാരും ഒരു 10 വർഷം മുമ്പേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാകേണ്ടതായിരുന്നു. അതിന് പകരം അവരെല്ലാം ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിരുന്നു. അവരെന്ത് പറഞ്ഞാലും ഇപ്പം സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാൻ പറ്റുന്നവർക്ക് പല കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. പണ്ട് പറയാൻ പറ്റിയിട്ടില്ല. EMS-ൻ്റെ കാലത്തും പറ്റിയിട്ടില്ല, പിണറായി വിജയൻ്റെ കാലത്തും പറ്റിയിട്ടില്ല, അച്യുതാനന്ദൻ്റെ കാലത്തും പറയാൻ പറ്റിയിട്ടില്ല.
ചേട്ടൻ ഇതിൻ്റെ ഏറ്റവും വലിയ ശത്രുവും കൂടിയായിരുന്നു. എനിക്ക് വേറെ രാഷ്ട്രീയ കാരണങ്ങളാണ്. എന്നാലും എനിക്ക് തോന്നുന്നു പലപ്പോഴും CPM-നെ ചൊടിപ്പിക്കാനുള്ളൊരു കാരണം ഇത്തരത്തിലുള്ള ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും അല്ലെങ്കിൽ CPM-ന്റെ ആശയങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി കുറേ കൂടെ ഇൻക്ലൂസീവായിട്ടുള്ള എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരുപക്ഷെ ഗാന്ധിജിൻ്റെ ഐഡിയോളജിയും ഈ പറഞ്ഞ പോലെ ഡെമോക്രസിയും ഇതെല്ലാം സമന്വയിപ്പിച്ചുള്ള ഒരു ഐഡിയോളജി മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ 4ാം ലോക സിദ്ധാന്തത്തെ പലപ്പോഴും എതിർക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം തോന്നുന്നു. അല്ല, അതിൽ ഞാൻ 2 തരത്തിലുള്ള സംഘടനാ സംവിധാനത്തിൻ്റെ CPM-ന്റെ ബേസിക് സ്ട്രക്ചർ അല്ലെ ബേസിക് ചിന്ത സംഘടനാ രീതി എന്ന് പറയുന്നത് മുദ്രാവാക്യം വിളി തൊഴിലാളികളുടെ സജീവ സാന്നിധ്യമാണ്. മുദ്രാവാക്യം വിളിക്കുന്നതിന് അപ്പുറത്തേക്ക് അവർ പോകേണ്ട ആവശ്യമില്ല. നയപരിപാടികളൊക്കെ ചർച്ച ചെയ്യാൻ വിദഗ്ധരുണ്ട്. പരമേശ്വരൻ പറയുന്നത് വികേന്ദ്രീകരണം, താവോട്ട് അധികാരം കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇത് രണ്ടും പരസ്പര വൈരുദ്ധ്യമാണ്. ഒരിടത്തെല്ലാം കേന്ദ്രീകരിച്ച് ഞങ്ങൾ പറയുന്നത് മാത്രം കേട്ടാൽ മതി എന്ന് പറയുന്ന ഒരു സംഘടനാ സംവിധാനവും, മറിച്ച് തങ്ങളുടെ അധികാരം ഷെയർ ചെയ്ത് താവോട്ട് കൊടുക്കണം, ഇത് തമ്മിലുള്ള കോൺട്രഡിക്ഷനാണ് പരമേശ്വരനും അല്ലെ ശാസ്ത്ര സാഹിത്യ വിഷയത്തിലും CPM-ആയിട്ടുള്ള വ്യത്യാസം. CPM-ൽ അധികാരം കിട്ടിയ പിണറായി വിജയനാണേലും അച്യുതാനന്ദനാണേലും EMS ആണെങ്കിൽ പോലും അധികാര സ്ഥാനത്ത് എത്തിക്കഴിയുമ്പോൾ ഇവരെല്ലാം അധികാരത്തിൻ്റെ കോൺസെൻട്രേഷൻ്റെ വ്യക്തകളാണ്. അതാണ് സംഭവിച്ചത്. അവിടെയാണ് അദ്ദേഹം ഡീസെൻട്രലൈസേഷൻ എന്നുള്ള സാധനം കൊണ്ടുപോയിട്ട് വരുന്നത്. താഴെത്തട്ടിലുള്ള സാധനങ്ങളോട് ഈ സാധനം കൃത്യമായി എത്തണം, എന്നാൽ മാത്രമല്ല സുസ്ഥിരമായ വികസനം, മാത്രമല്ല പ്രകൃതി, പല കാര്യങ്ങളും അദ്ദേഹം മുമ്പോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ ഈ ലെനിസം മാർക്സിസം എന്നുള്ള അപ്പുറത്തോട്ട് ഈ പരിസ്ഥിതിമായ കാര്യങ്ങൾ, മനുഷ്യത്വപരമായ കാര്യങ്ങൾ, പല കാര്യങ്ങളും അദ്ദേഹം മുമ്പോട്ട് വെക്കുന്നു. ഗാന്ധിജിയുടെ ഐഡിയോളജിയും അതുപോലെ തന്നെ ഡെമോക്രസിയും എല്ലാം പാടെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഐഡിയോളജി ആയിരിക്കണം. ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞത് പാർട്ടി ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ഒരുപക്ഷെ പല സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും വേര് CPM-ന് ഉണ്ടാവുമായിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ എല്ലാവരും ചേർത്തുകൊണ്ടുള്ള ഒരു ഏകാധിപത്യത്തിൽ നിന്ന് മാറിയിട്ടുള്ളൊരു സാധനം വരുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും പാടെ അംഗീകരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എല്ലാവരും ഒരേ കുടക്കീഴിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒന്നായി മാറുമായിരുന്നു. പക്ഷേ CPM-ന് സാധിച്ചില്ല എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വിയോഗത്തെ തുടർന്ന് ഇന്ന് പാർട്ടി നേതാക്കന്മാരും പാർട്ടി പ്രവർത്തകരും അനുശോചന പ്രവാഹം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. നമ്മളിപ്പം അതേ സമയത്ത് തന്നെ അദ്ദേഹത്തെ എന്താ പറയുക, ഇതൊക്കെ അദ്ദേഹത്തെ ഓർമ്മിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം നേരിട്ട വെല്ലുവിളികൾ ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി പറയാണ്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നേരം ഈ കാര്യം കൂടി പറഞ്ഞത്. എന്തായാലും CPM-ന്റെ ആശയവ്യതിയാനം ഇനിയെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതും അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചതിന് ശേഷമെങ്കിലും അദ്ദേഹം മുമ്പോട്ട് വെച്ച കാര്യങ്ങൾ CPM ഇനിയെങ്കിലും അംഗീകരിക്കുമോ എന്നുള്ള ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ ബാക്കി നിൽക്കുകയാണ് നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നത്.